ഉണ്ടാക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് എഗ് റോളാണ്. പേര് വലിയ പേരാണെങ്കിലും ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. മുട്ടയും അതുപോലെ തന്നെ സവോളയും ബ്രെഡും എല്ലാം എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പിന്നെ എരിവും മസാലയുടെ അളവും ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്താം. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഈസി സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് എഗ് റോള് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് എഗ് റോളിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ബ്രെഡ് ഒന്ന് ചപ്പാത്തി പാനിൽ വെച്ച് ലൈറ്റായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അധികം കളർ മാറിപ്പോയിട്ടില്ല. നമുക്ക് ഈ ബ്രെഡ് പരത്തിയെടുക്കാനുള്ളതാണ്. ആ ഒരു രീതിയിൽ ചൂടാക്കുക. ബ്രെഡ് പരത്താതെയും ചെയ്യാം, പക്ഷെ പെർഫെക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ മുട്ടയിലോ മൈദയിലോ ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റോളായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് സമൂസ ചെയ്തപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. 2 ചെറിയ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആയിരുന്നു. അപ്പോൾ ഇത്രയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കി മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ വലിയ പീസുകളാണെങ്കിൽ അത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇനി നമ്മുടെ പച്ചമുളകും സവോളയും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവോള നന്നായിട്ട് കുക്കായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ വലിയ സവോളയാണെങ്കിൽ ഒരു സവോള എടുക്കുക, ചെറുതാണെങ്കിൽ മാത്രം 2 എണ്ണം എടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. സവോളയുടെ കളറൊക്കെ മാറി സവോള ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വരണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തലേ ദിവസത്തെ ബ്രെഡാണ് കേട്ടോ നല്ലത്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം പഴക്കമുള്ള ബ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്കതൊന്ന് പരത്തിയെടുക്കാനൊക്കെ ഈസി ആവുന്നത് ഫ്രഷ് ബ്രെഡിനേക്കാൾ തലേ ദിവസത്തെ ബ്രെഡാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഞാനൊന്ന് സവോള കുക്കായി വരുമ്പോൾ കറിവേപ്പില ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ചെറുതായിട്ട് മുറിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായി മുറിച്ച് ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ മസാലയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കില്ല. ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അധികം എരിവുണ്ടാവില്ല, പച്ചമുളകിൻ്റെ എരിവുണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഈ പൊടികളൊന്ന് കുക്കായി വന്നിട്ടേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികൾ ചേർത്തിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. ഇല്ലെങ്കിൽ പെരിഞ്ജീരകപ്പൊടി മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതും ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ മസാലയുടെ മിക്സ് വയ്ക്കുന്നത്. ചൂട് മാറി വരുന്നോളും. അപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് പൊടികളെല്ലാം വീണ്ടും കുക്കാവും കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ മുട്ട ചേർക്കില്ല. മുട്ട ലാസ്റ്റ് നമ്മുടെ ബ്രെഡിലേക്ക് വയ്ക്കുള്ളൂ, ഇല്ലെങ്കിൽ മുട്ട ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. പൊടികൾ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടി കുക്കായിക്കോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ, ഇല്ല നമ്മൾ വേറെ പ്ലേറ്റിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട, അത് തനിയെ ചൂട് മാറിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ചപ്പാത്തിക്കല്ല് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നമ്മുടെ ബ്രെഡ് സമൂസയ്ക്കൊക്കെ പരത്തിയില്ലേ അതുപോലെ പരത്തിയെടുക്കുക. പക്ഷേ
ബ്രെഡ് സമൂസ ഉണ്ടാക്കാൻ നമ്മൾ ഈ 2 സൈഡിലേക്കും കൂടി പരത്തി, പക്ഷേ ഇത് ഞാൻ ഒരു സൈഡിലേക്ക് മാത്രമേ പരത്തി എടുക്കുന്നുള്ളൂ. ഇങ്ങനെ മാത്രമേ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ചൂടാക്കാതെ റോൾ ചെയ്തെടുത്തിട്ടും ഇതുണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് പരത്തിയെടുക്കാം. ഈ എഡ്ജസ് വരുമ്പോൾ കുറച്ച് ബലം കൊടുത്തൊന്ന് റോൾ ചെയ്തെടുക്കുക. കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒരു ബ്രെഡ് സ്ലൈസ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബ്രെഡ് സ്ലൈസ് എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടി നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിക്കായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഈ സൈഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മുട്ട 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഇതിൻ്റെ 4 സൈഡിലും ഒരുപോലെ തന്നെ നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലറ്റ് പോലെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. മുട്ട ബീറ്റ് ചെയ്ത് ഡിപ്പ് ചെയ്ത്, ഇല്ലെങ്കിൽ മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മൈദയുടെ ബാറ്റർ റെഡിയാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് നമുക്ക് കട്ട്ലറ്റ് പോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുമ്പോൾ കട്ട്ലറ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കുക, അധികം വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ളതാണ്, വലിയ ബ്രെഡ് സ്ലൈസ് അല്ല, ചെറിയ സ്ലൈസ് അല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ഒരു പീസ് വയ്ക്കുക. ഇനി ഇത് നമുക്ക് ഈ സൈഡിലേക്കൊന്ന് മടക്കി എല്ലാ സൈഡും ഒരുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒട്ടിക്കാം. കയ്യിൽ പിടിച്ച് ഒട്ടിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് എല്ലാ സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടി വന്നോളും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ സൈഡും തമ്മിൽ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ മസാല എണ്ണയിലേക്കായിട്ട് സ്പ്രെഡായി വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ബ്രെഡ് എഗ് റോൾ റെഡിയായി. ഇത് ഫ്രൈ ചെയ്യാൻ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾസ് എല്ലാം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ കരിഞ്ഞു പോവരുത്. അതുകൊണ്ടാണ് ഏറ്റവും കുറച്ച് വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു സമയത്ത് 2 ബ്രെഡ് പീസ് ഇതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുക. ബ്രെഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 45 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമുക്കിനി ബ്രെഡ് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്കിപ്പോൾ മഷ്റൂം വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പനീർ വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ മസാല ഇതുപോലെ റെഡിയാക്കിയിട്ട് പൊട്ടറ്റോ മസാല യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളർ ആയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി ചൂട് മാറിക്കഴിയുമ്പോൾ വീണ്ടും കളർ ചേഞ്ച് ആവും. ഇതൊന്നിങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ഓയിലൊന്ന് താഴേക്ക് പോയിക്കോളും. പിന്നെ നമ്മളൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എണ്ണ മാറിക്കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് എഗ് റോൾസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇൻസൈഡ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ ഉള്ളപ്പോഴോ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ ഗസ്റ്റുകൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്
എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ മുട്ട വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. അത് കഴിച്ചു വരുമ്പോഴേ മുട്ടയുടെ ടേസ്റ്റൊക്കെ അറിയുള്ളൂ. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.